അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മുഅത്തല്ലായ ആഖിർ മുഅത്തല്ലായ ഇസ്മുകളെക്കുറിച്ചാണ് സംസാരിച്ചത്. അതിൻ്റെ ഇഅ്റാബ് എങ്ങനെ എന്ന വിഷയത്തിൽ വസമ്മി മുഅത്തല്ല മിനൽ അസ്മാഇ മ കൽ മുസ്തഫ വൽ മുർത്തഖി മകാരിമ ഫലവ്വലുൽ ഇഅ്റാബു ഫീഹി ഖുദ്ദിറ ജമീഉഹു വഹുവ അല്ലദീ ഖദ് ഖുസിറ വസ്സാനി മൻഖൂസുൻ വനസ്ബുഹു ദഹർ വറഫ്ഉഹു യുൻവാ കദാ അയ്ദൻ യുജർ. ഈ 3 ബൈത്തുകളാണ് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് പഠിച്ചത്. അതിൽ നമ്മൾ ഇസ്മുകളിൽ അവസാനത്തിൽ ഇല്ലത്തിൻ്റെ ഹർഫുകൾ വരുന്ന ഇസ്മുകൾ അതിൻ്റെ ഇറാബ് എങ്ങനെ എന്നുള്ള വിഷയമാണ് മനസ്സിലാക്കിയത്. അവസാനത്തിൻ്റെ ഇല്ലത്ത് എന്ന് പറയുമ്പോൾ അലിഫ്, വാവ്, യാ ഇതാണ് ഹുറൂഫുൽ ഇല്ല. ഇതിൽ വാവ് അവസാനത്തിൽ വരികയും തൊട്ടുമുമ്പത്തെ അക്ഷരത്തിന് റഫ് ആവുകയും ചെയ്യുന്ന വമ്മത്ത് നൽകപ്പെടുകയും ചെയ്യുന്ന രീതിയിലുള്ള ഇസ്മ അറബി ഭാഷയിൽ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ മക്സൂറായ ഇസ്മ, മങ്കൂസായ ഇസ്മ ഇവയെക്കുറിച്ച് ഇവിടെ മനസ്സിലാക്കുകയുണ്ടായത്. എന്താണ് മക്സൂർ, എന്താണ് മങ്കൂസ്, അതിൻ്റെ ഇറാബ് എങ്ങനെ, ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് ഇവിടെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അൽ ഫിഅലുൽ മുഅത്തൽ, മുഅത്തല്ലായ ഫിഅൽ അവസാനത്തിൽ അലിഫ്, വാവ്, യ എന്നിവ വരുന്ന ഫിഅലുകളെക്കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. മുഅത്തല്ലായ ഫിഅൽ, അതിൻ്റെ ഇഅ്റാബ്. അപ്പോൾ നമ്മളതിന് ഉദാഹരണം എഴുതിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ അലിഫ് വരുന്നത് യസ്ആ, വാവ് വരുന്നത് യദ്ഉ, യാ വരുന്നത് യർമി. അവസാനത്തിൽ ഇവിടെ അലിഫാണ്, യസ്ആ. അതുകൊണ്ട് ഇത് ഇല്ലത്തിൻ്റെ ഹർഫുള്ള ഫിഅലാണ്. അവസാനത്തിൽ ഇവിടെ യദ്ഉ, വാവിന് തൊട്ടുമുമ്പുള്ള അക്ഷരത്തിന് ദമ്മത്താണ്. യർമി, ഇവിടെ അവസാനത്തിൽ ഇല്ലത്തിൻ്റെ ഹർഫ് യാ ആണ്, അതിന് തൊട്ടുമുമ്പുള്ള അക്ഷരത്തിന് കസ്റത്താണ്. ഇത്തരം ഫിഅലുകൾക്കാണ് അൽ മുഅത്തല്ലുൽ ആഖിർ, അല്ലെങ്കിൽ അവസാനത്തിൽ ഇല്ലത്തിൻ്റെ ഹർഫുള്ള ഫിഅലുകൾ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ഉദാഹരണം നോക്കിയ യസ്ആ, യദ്ഉ, യർമി ഇതൊക്കെ മുദാരിയായ ഫിഅലുകളാണ് ഉദാഹരണമായിട്ട് എഴുതിയത്. അംറു ഫിഅലിന് എഴുതിയില്ല, മാദിയായ ഫിഅലിന് എഴുതിയില്ല. അതെന്തുകൊണ്ട്? മുഅറബായ ഫിഅലുകൾ അത് മുദാരിയായ ഫിഅലുകളാണ്. വഅറബു മുദാരിഅൻ അൻ ആരിയ മിൻ നൂനി തൗകീദിൻ മുബാശിരിൻ വമിൻ നൂനി ഇനാസിൻ കയറഉന മൻഫുത്തിൻ. അല്ലേ? അപ്പോൾ മുദാരിയായ ഫിഅലിനെയാണ് അവർ മുഅറബാക്കിയിട്ടുള്ളത്. മാദിയായ ഫിഅൽ, അതേപോലെ അംറു ഫിഅൽ, അതൊക്കെ എന്താണ്? മബ്നിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ഈ ഇഅ്റാബ് ചെയ്യുന്ന വിഷയം പറയുമ്പോൾ അവിടെ ആര് വരില്ല? മാദിയായ ഫിഅലും വരില്ല, അംറു ഫിഅലും വരില്ല. കാരണം അവ രണ്ടും മബ്നിയാണ്. അപ്പോൾ ഇവിടെ പിന്നെ നമ്മൾ ഈ ഒരു 3 വരി വിശദീകരിക്കുമ്പോൾ അതിൽ ഉദാഹരിക്കപ്പെടുക ആര് മാത്രമാണ്? മുദാരിയായ ഫിഅൽ മാത്രമാണ്, വർത്തമാന ഭാവി കാലക്രിയ മാത്രമാണ്. ഇപ്പം സഅ അതാണ് മാദി, യസ്അ മുദാരിയാണ്. നമ്മളിവിടെ മുദാരിയെ കുറിച്ചാണ് പ്രതിപാദിക്കുക. ദഅ
മാദിയാണ്. യദ്ഉ മുദാരി, നമ്മൾ മുദാരിനെ കുറിച്ചാണ് പറയാം. അതിൻ്റെ അതേപോലെ റമ ഇർമി, നമ്മൾ ഇർമി എന്നുള്ള മുദാരി വർത്തമാന ഭാവി കാലയെ കുറിച്ചാണ് പറയാം. അതിൻ്റെ ഇവയുടെ ഈ അറാബ്, ഇവയുടെ ഈ അറാബ് എങ്ങനെ തെളിയും, ഇവയുടെ ഇറാബ് എങ്ങനെ നൽകപ്പെടും, മനസ്സിലായി? ഇവിടെ ഗ്രന്ഥകാരൻ വഅയ്യു ഫിഅലിൻ ആഖിറുൻ മിൻഹു അലിഫ് ഔ വാവു ഔ യാഉൻ ഫമുഅ്തല്ലൻ ഉരിഫ് فالآلف انوي فيه غير الجازم وأبد نسب ما كيدعو يرمي والرفع فيه منوي واحذف جازما ثلاثهن تقضي حكما لازما. ഈ 3 വരി കവിതയിൽ ഈ വിഷയം എങ്ങനെ വിശദീകരിച്ചു എന്നുള്ള, എങ്ങനെ ഉൾക്കൊള്ളിച്ചു എന്നുള്ളതാണ് നമ്മളിവിടെ വിശദീകരിക്കുന്നത്. അതിന് ആദ്യത്തെ വരി വഅയ്യു ഫിഅലിൻ, ഏതൊരു ഫിഅൽ ആണോ ആകട്ടെ, അയ്യു ഫിഅലിൻ, അവിടെ ഫിഅൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിഅലിൻ മുദാരിഇൻ, മുദാരിയായ ഏത് ഫിഅലാകട്ടെ, കാരണം നമ്മൾ ഇറാബിനെ കുറിച്ചാണല്ലോ പറയുന്നത്, അപ്പോൾ അത് മാദി വരില്ല അംറും വരില്ല. അപ്പോൾ അയ്യു ഫിഅലിൻ, ഏതൊരു ഫിഅലാകട്ടെ, ആഖിറുൻ മിൻഹു, ആ ഫിഅലിൻ്റെ അവസാനത്തിൽ അലിഫുൻ, അലിഫാണ്, ഔ അല്ലെങ്കിൽ വാവുൻ, വാവാണ്, ഔ അല്ലെങ്കിൽ യാ ഉൻ, യാ ആണ്, അങ്ങനെയുള്ള ഏത് മുദാരിയായ ഫിഅലാകട്ടെ ഫമുഅ്തല്ലൻ ഉരിഫ് എന്ന് പറഞ്ഞാൽ ഫഉരിഫ മുഅ്തല്ലൻ, അത് മുഅ്തല്ലെന്ന് അറിയപ്പെടും. ഉരിഫ, അത് അറിയപ്പെടും, മുഅ്തല്ലൻ, മുഅ്തല്ലൻ എന്ന്, മുഅ്തല്ലായ ഫിഅൽ എന്ന് അറിയപ്പെടും. മുഅ്തൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനത്തിൽ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങളുള്ള ക്രിയ. ഇവിടെ അത് അലിഫാണ്, ഇവിടെ ഇത് യാ ആണ്, അല്ല വാവാണ്, ഇവിടെ അത് യാ ആണ്. അപ്പോൾ നോക്കി നിങ്ങൾ, വഅയ്യു ഫിഅലിൻ, ഏത് ഫിഅലാകട്ടെ മുദാരിയായ, ആഖിറുൻ മിൻഹു, ആ ഫിഅലിൻ്റെ അവസാനത്തിൽ ആകുന്നു അലിഫുൻ, ഒന്നുകിൽ അലിഫ്, ഔ വാവുൻ അല്ലെങ്കിൽ വാവ്, ഔ യാ ഉൻ അല്ലെങ്കിൽ യാ, അങ്ങനെയുള്ള ഫിഅലുകളെ ഫമുഅ്തല്ലൻ ഉരിഫ, ഉരിഫ അത് അറിയപ്പെടും, മുഅ്തല്ലൻ, മുഅ്തല്ലെന്ന്, മുഅ്തൽ എന്ന് പറഞ്ഞാൽ അവസാനത്തിൽ ഇല്ലത്തിൻ്റെ ഹർഫുകളുള്ള ഫിഅൽ എന്ന്, അവസാനത്തിൽ ഇല്ലത്തിൻ്റെ ഹർഫുള്ള ഫിഅൽ, അതാണ് മുഅ്തൽ. വ്യാകരണത്തിൽ ഇതൊരു വലിയ അധ്യായമാണ്. ഈ ഇല്ലത്തിൻ്റെ ഹർഫുകൾ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ ഇല്ലത്തിൻ്റെ ഹർഫുകൾ വരുന്ന ഫിഅലുകൾക്ക് മിസാൽ എന്ന് പറയും, മധ്യത്തിൽ ഇല്ലത്തിൻ്റെ ഹർഫുകൾ വരുന്ന ഫിഅലിന് അജ്വഫ് എന്ന് പറയും, അവസാനത്തിൽ ഇല്ലത്തിൻ്റെ ഹർഫ് വരുന്നതിന് നാഖിസ് എന്ന് പറയും. പിന്നെ നാഖിസ്, അജ്വഫ്, മിസാൽ, അതൊക്കെ ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് വരും. ഇവിടെ മുദാരിയായ ഫിഅൽ അതിൻ്റെ അവസാനത്തിൽ അലിഫ്, വാവ്, യാ എന്നീ ഹുറൂഫുൽ ലീൻ അല്ലെങ്കിൽ ഹുറൂഫുൽ ഇല്ല വന്നാൽ അത്തരം ഫിഅലുകൾ മുഅ്തൽ എന്ന പേരിൽ അറിയപ്പെടും. എന്തിനാണ് ഗ്രന്ഥകാരൻ ഇത് പറഞ്ഞത്? ഇവയുടെ ഇഅ്റാബ് എങ്ങനെ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിന്ന് നമുക്കിനി ഇതിന് വേറെ ഉദാഹരണങ്ങൾ എഴുതാം. യഖ്ഷ, യദ്നു, യജ്രി, ഉണ്ടോ? ഇതൊക്കെ ആഖിർ മുഅ്തല്ലായ, മുഅ്തൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ക്രിയകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ നമ്മളിപ്പോൾ മനസ്സിലാക്കി എന്താണ് മുഅ്തൽ. മുഅ്തൽ എന്ന് പറഞ്ഞെങ്കിൽ അവസാനത്തിൽ അലിഫ് അല്ലെങ്കിൽ വാവ് അല്ലെങ്കിൽ യാ എന്നീ ഇല്ലത്തിൻ്റെ ഹർഫുകൾ വരുന്ന ക്രിയകളാണ് മുഅ്തൽ. ഇവിടെ നമ്മൾ പരിഗണിക്കുന്നത് അതിൽ മുദാരിയായ ഫിഅലുകളെ മാത്രമാണ്. കാരണം ഇവിടെ നമ്മൾ ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെ ആഖിർ മുഅ്തല്ലായ ഫിഅലുകൾക്ക് ഇഅ്റാബ് നൽകുക എന്നുള്ളതാണ്. ഇഅ്റാബ് അത് മുദാരിയായ ഫിഅലിലാണ്. കാരണം അതാണ് മുഅ്റബ്. മാദിയായ ഫിഅലും അംറു ഫിഅലും അത് മബ്നിയാണ്.
ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് ഈ 2 വരികൾ കൂടി ഇൻഷാ അല്ലാഹ് തുടർന്നിട്ട് പിന്നെ ഇൻഷാ അല്ലാഹ് ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇനി മുഅ്തല്ലായ ഫിഅലുകളുടെ ഇഅ്റാബ്? ഗ്രന്ഥകാരൻ പറയാണ്, ഫൽ ആലിഫൻ വി ഫീഹി ഗൈറൽ ജസ്മി വഅബ്ദി നസ്ബ മാ കയദ്ഉ യർമി والرفع فيه منوي واحذف جازما ثلاثهن تقضي حكما لازما. فالألف انوي فيه غير الجزم. അലിഫിനെ ഇൻവി ഫീഹി അതിൽ നീ തഖ്ദീർ ചെയ്യണം. ഇൻവി എന്ന് പറഞ്ഞാൽ കരുതുക, ഖദ്ദീർ തഖ്ദീർ ചെയ്യണം, സങ്കല്പിക്കണം. ഗൈറൽ ജസ്മി ജസ്മ അല്ലാത്തത്, ജസ്മ അല്ലാത്തത്. എന്താ പറഞ്ഞത്? ഈ ഫൽ അലിഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഖിർ മുഅ്തൽ, അവസാനത്തിൽ മുഅ്തല്ലായ ഫിഅലിൽ അലിഫിൽ അലിഫ് കൊണ്ട് മുഅ്തല്ലായ ഫിഅൽ ചില യസ് ആ യഖ്ഷ പോലുള്ള ഫിഅലിൽ അതാണ് അലിഫ്, അവസാനത്തിൽ അലിഫ് ഇല്ല. ഇൻവി ഫീഹി ഗൈറൽ ജസ്മി, ജസ്മല്ലാത്തത് നീ തഖ്ദീർ ചെയ്തോ എന്നാണ്. അപ്പം എങ്ങനെ? ഫിഅലുകളിൽ ഇഅ്റാബ് ജറ് വരില്ല. ഫിഅലിൽ എന്തേ വരുള്ളൂ? നസ്ബ്, റഫ്അ്, ജസ്മ്. ഇതിൻ്റെ അസ്ലുൽ അലാമത്തിൻ്റെ അസ്ൽ എന്താണ്? നസ്ബ് ഫത്ഹത്താണ്, റഫ്അ് ദമ്മത്താണ്, ജസ്മ് സുക്കൂനാണ്. ജസ്മ് സുക്കൂനാണ്. അപ്പോൾ യദ്ഹബു സൈദുൻ, ലൻ യദ്ഹബ സൈദുൻ, ലൻ ലം യദ്ഹബ് സൈദുൻ. ഇപ്പോൾ ഇവിടെ ഇതാണ് മുദാരിയായ ഫിഅൽ മുഅറബാണ്. അതിലെ ഇഅ്റാബ് യദ്ഹബു റഫ്ആണ്. അവിടെ ദമ്മത്ത് കൊണ്ടാണ് ഇഅ്റാബ്, തെളിഞ്ഞു. ലൻ യദ്ഹബ, ഇവിടെ ഇഅ്റാബ് നസ്ബാണ്. നസ്ബ് ഫതഹത്ത് കൊണ്ടാണ് അസലിൽ, അത് തെളിഞ്ഞു. ലൻ യദ്ഹബ, ലം യദ്ഹബ് ഉണ്ടോ? ഇവിടെ ജസ്മാണ് ഇഅ്റാബ്, അത് സുക്കൂന് കൊണ്ടാണ്, സുക്കൂന് കൊണ്ടാണ്. ഇവിടെ സുക്കൂന് തെളിഞ്ഞു ഉണ്ടോ? സുക്കൂന് തെളിഞ്ഞു. ഇവിടെ ഫതഹത്ത് തെളിഞ്ഞു, ഇവിടെ ദമ്മത്ത് തെളിഞ്ഞു ഉണ്ടോ? ഫിഅലിൽ ഇഅ്റാബ് ജസ്മ് വരൂല. കാരണം ജർ എന്താണ്? ബിൽ ജർരി വത്തൻവീനി വന്നീദ വഅൽ വമുസ്നദിൽ ലിൽ ഇസ്മി തമീസുൻ ഹസൽ. അവിടെ പിന്നെ ജർ ഇസ്മിന് മാത്രമാണ്, ഖാസാണ്. ഇവിടെ ഫിഅലാണ്, ഫിഅൽ മുദാരിയാണ് മുഅറബ്. അതിൽ ഈ 3 ഇഅ്റാബുകളാണ് തെളിയുക: നസ്ബ്, റഫ്അ്, ജസ്മ്. അതിൻ്റെ അലാമത്തുകൾ തെളിഞ്ഞാണ് കണ്ടത്. എന്നാൽ മുഅ്തല്ലായ മുദാരിയായ ഫിഅലിൽ, മുഅ്തല്ലായ മുദാരിയായ ഫിഅലിൽ എങ്ങനെയാണ് ഈ ഇഅ്റാബ് വരിക? ഇഅ്റാബ് വരിക റഫ്അ്, നസ്ബ്, ജസ്മ് എന്നിവ എങ്ങനെയാണ് വരിക? അതാണ് ഇവിടെ ഗ്രന്ഥകാരൻ പറയുന്നത്. പിന്നെ ഇപ്പം സൈദുൻ യഖ്ഷ
സൈദുൻ യഖ്ഷ. സൈദുൻ സൈദുൻ പിന്നെ മുബ്തദയാണ്. യഖ്ഷ എന്നുള്ളത് ജുംലയാണ്, അത് ഖബറാണ്. ഇവിടെ റഫ്ഇൻ്റെ സ്ഥാനത്താണ്. ഇവിടെ റഫ് എന്താ? റഫ് തെളിഞ്ഞിട്ടില്ല. യഖ്ഷ എന്ന അലിഫിൽ ഇവിടെ തെളിഞ്ഞിട്ടില്ല. ഉണ്ടോ? യഖ്ഷ. അപ്പോൾ ഇവിടെ ഈ അലിഫിന്മേൽ തഖ്ദീറാണ്. ഇറാബ് അലിഫിന്മേൽ തഖ്ദീറാണ്. അപ്പോൾ യഖ്ഷ ഫിഅലുൻ മുദാരിഉൻ മർഫൂഉൻ തഖ്ദീറൻ അല്ലെങ്കിൽ മുഖദ്ദറത്തൻ അലൽ അലിഫി. ഈ അലിഫിന്മേൽ തഖ്ദീർ സങ്കല്പിക്കും. ഉണ്ടോ? ഏത്? റഫ്. ഇനി സൈദുൻ ലൻ യഖ്ഷ. ലൻ യഖ്ഷ. ഇവിടെ ലൻ മുൻകടന്നിട്ടുണ്ടെങ്കിൽ മുദാരിഅ ഫിഅലിന് നസ്ബ് ചെയ്യണം. ഇവിടെ നസ്ബ് എവിടെ? യഖ്ഷ എന്ന അലിഫിന്മേൽ നസ്ബില്ല. ആ നസ്ബിനെ ഇവിടെ തഖ്ദീർ ചെയ്യണം. ഈ അലിഫിന്മേൽ തഖ്ദീർ ചെയ്യണം. അതാണ് ഇവിടെ ഈ കവിതയിൽ, ഈ പദ്യത്തിൽ പറയുന്നത്. ഫൽ അലിഫ ഇൻവി ഫീഹി ഗൈറൽ ജസ്മി. ജസ്മ് അല്ലാത്തത് ഈ അൽഫിന്മേൽ ഇൻവി ഫീഹി നീ തഖ്ദീർ ചെയ്തോ, നീ കരുതിക്കോ എന്നാണ്. ജസ്മല്ലാത്തത് എന്താണ്? ജസ്മല്ലാത്തത് ജറ് വരില്ല. പിന്നെ ഏതാണ്? നസ്ബും റഫുമാണ്. അതാണ് റഫ് നസ്ബ്. അപ്പം നസ്ബിനെയും റഫിനെയും നീ എന്ത് ചെയ്തോ? കരുതിക്കോ എന്നാണ്. എവിടെ കരുതിക്കോ? അലിഫ് അവസാനത്തിൽ വന്നുകൊണ്ടുള്ള മുഅത്തല്ലായ ഫിഅലിൽ, മുഅത്തല്ലായ മുദാരിയായ ഫിഅലിൽ. അപ്പോൾ സൈദുൻ യഖ്ഷ, സൈദുൻ ലൻ യഖ്ഷ. ലൻ നാസിബത്താണ്. യഖ്ഷ ഫിഅലുൻ മുദാരിഉൻ മൻസൂബുൻ തഖ്ദീറൻ അല്ലെങ്കിൽ മുഖദ്ദറൻ അലൽ അലിഫി. യഖ്ഷ ഫിഅലുൻ മുദാരിഉൻ മൻസൂബുൻ ബിദ്ദമ്മത്തിൽ മൻസൂബുൻ ബിൽഫത്ഹത്തിൽ മുഖദ്ദറത്തി അലൽ അലിഫി. ബിൽഫത്ഹത്തിൽ മുഖദ്ദറത്തി അലൽ അലിഫി. ഇവിടെ ഫിഅലുൻ മുദാരിഉൻ മർഫൂഉൻ ബിദ്ദമ്മത്തിൽ മുഖദ്ദറത്തി അലൽ അലിഫി. അലൽ അലിഫി. അപ്പോൾ ഫൽ അലിഫ അലിഫിനെ ഇൻവി ഫീഹി ഗൈറൽ ജസ്മി, ജസ്മല്ലാത്തത് നീ അതിൽ തഖ്ദീർ ചെയ്തോ എന്നാണ്. തയ്യബ്. ഇനി വഅബ്ദി നസ്ബ മാ കയദ്ഉ യർമി. വഅബ്ദി നീ വെളിപ്പെടുത്തിക്കോ, നസ്ബ മാ യാതൊന്നിൻ്റെ നസ്ബിനെ നീ വെളിപ്പെടുത്തിക്കോ. യാതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബയാൻ എന്താണ്? സിഫത്ത്. കയദ്ഉ യർമി. യദ്ഉ യർമി പോലുള്ള മുഅത്തല്ലായ ക്രിയകൾ. അപ്പോൾ യദ്ഉ യർമി പോലുള്ള മുഅത്തല്ലായ അവസാനത്തിൽ ഇല്ലത്തിലുള്ള മുദാരിഅ ഫിഅൽ അതിൻ്റെ നസ്ബിനെ അബ്ദി നീ വെളിവാക്കുക എന്നാണ്. എന്താ പറഞ്ഞത്? ഇപ്പോൾ ഇതേപോലെ സൈദുൻ ലൻ യദ്ഉവ. ലൻ യദ്ഉവ. അതേപോലെ തന്നെ സൈദുൻ ലൻ യർമിയ. ലൻ യർമിയ. കണ്ടോ? ഇവിടെ സൈദുൻ ലൻ നാസിബത്താണ്. യദ്ഉവ. സൈദുൻ ലൻ യർമിയ.
കണ്ടോ ഇവിടെ യദ്ഉവ ഫിഅലുൻ മുദാരിഉൻ മൻസൂബുൻ ബിൽ ഫത്ഹത്തി ളാഹിറ. കണ്ടോ ഇവിടെ ഫത്ഹത്തുൻ ളാഹിറത്ത് കൊണ്ട് നസ്ബാണ്. അതേപോലെ തന്നെ യർമി യ ഫത്ഹത്തുൻ ളാഹിറത്തും കൊണ്ട് നസ്ബാണ്. എന്താ ഇതിലെ തത്വം വാവ് കൊണ്ട് അല്ലെങ്കിൽ യാവ് കൊണ്ട് മുഅത്തല്ലായ മുദാരിയായ ഫിഅലുകൾ അതിന് നെസ്ബ് ചെയ്യുമ്പോൾ ആ നെസ്ബിനെ സങ്കല്പിക്കുകയല്ല വേണ്ടത്, പിന്നെയോ അതിനെ വെളിവാക്കുകയാണ് വേണ്ടത്. അവസാനത്തിൽ വാവ് യാ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾ കൊണ്ട് അവസാനിക്കുന്ന ക്രിയകൾ അതിന് നെസ്ബ് ചെയ്യുമ്പോൾ ഇഅ്റാബ് വാവിൽ യായിൽ വെളിവാക്കണം എന്നാണ്. ലൻ യദ്ഉവ ലൻ യർമിയ ഉണ്ടോ. തയ്യിബ്. ഇനി വർറഫ്അ ഫീഹി മൻവി വഹ്ദിഫ് ജാസിമ. വർറഫ്അ ഫീഹിമ ഇൻവി. ഇവ രണ്ടിലും യദ്ഉ യർമി എന്നിവയിൽ റഫ്ഇനെ ഇൻവി നീ കരുതിക്കോ, നീ തഖ്ദീർ ചെയ്തോ, അതാണ് പറയുന്നത്. അതിനെങ്ങനെ നമ്മൾ ഉദാഹരിക്കപ്പോൾ സയ്യിദുൻ യദ്ഉ സയ്യിദുൻ യർമി. ഉണ്ടോ ഇവിടെ സയ്യിദുൻ മുബ്തദയാണ്, യദ്ഉ ഫീൽ മുദാരി മർഫൂഉൻ ബിദ്ദമ്മത്തി അൽ മുഖദ്ദറത്തി അലൽ വാവി മുഖദ്ദറത്തി അൽ വാവി. ഇവിടെ ദമ്മത്ത് വെളിവായില്ല. യദ്ഉ എന്നുള്ളത് ഐൻമേലുള്ള ദമ്മത്താണ്. വാവിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അപ്പോൾ യദ്ഉ മർഫൂഉൻ ബിദ്ദമ്മത്തി അൽ മുഖദ്ദറത്തി അലൽ വാവി, വാവിന്മേൽ തഖ്ദീറായ സങ്കല്പിക്കുന്ന ദമ്മാണ്. ഇവിടെ യർമി ഫിഅ്ലു മുദാരി മർഫൂഉ ബിദ്ദമ്മത്തിൽ മുഖദ്ദറത്തി അലൽ യാഇ, ബിദ്ദമ്മത്തിൽ മുഖദ്ദറത്തി അലൽ യാഇ. അതാണ് ഇവിടെ പറയുന്നത്. വർറഫ്അ റഫ്ഇനെ ഫീഹിമ ഇവ രണ്ടിലും, അഥവാ വാവ് കൊണ്ട് ഇല്ലത്താക്കപ്പെട്ട മുദാരിയായ ഫിഅലിലും യാ കൊണ്ട് ഇല്ലത്താക്കപ്പെട്ട മുദാരിയായ ഫിഅലിലും ഇൻവി എന്നാണ് ഖദ്ദിർ നീ കരുതിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാവിന്മേൽ ദമ്മത്തിനെ തഖ്ദീർ ചെയ്തോ വെളിവാകില്ല, സങ്കല്പിച്ചോ വെളിവാകില്ല. യാഇന്മേൽ ദമ്മത്തിനെ തഖ്ദീർ ചെയ്തോ വെളിവാകില്ല. പിന്നെ യദ്ഉ എന്ന് പറയില്ല, യർമിയു എന്ന് പറയില്ല, പിന്നെയോ യദ്ഉ യർമി. അതാണ് വർറഫ്അ ഫീഹി മൻവി ഇൻവി. പിന്നെ പറയുന്നത് വഹ്ദിഫ് ജാസിമൻ സലാസഹുന്ന. വഹ്ദിഫ് നീ കളഞ്ഞു ജാസിമൻ ജസ്മ് ചെയ്യുന്ന അവസ്ഥയിൽ, നീ ജസ്മ് ചെയ്യുന്നവനായ അവസ്ഥയിൽ നീ കളഞ്ഞു. സലാസഹുന്ന അവ മൂന്നിനെയും ഏവ മൂന്നിനെയും. അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അലിഫിനെയും വാവിനെയും യാഇനെയും ഇഹ്ദിഫ് നീ കളഞ്ഞു. എപ്പോൾ? ജാസിമൻ നീ ജസ്മ് ചെയ്യുമ്പോൾ. അപ്പോൾ ജസ്മ് സുക്കൂന് കൊണ്ടാണ്. പക്ഷേ മുഅ്തല്ലായ ക്രിയകളിൽ ഈ ഇല്ലത്തിൻ്റെ ഹർഫുകളെ കളഞ്ഞുകൊണ്ടാണ് ജസ്മ് ചെയ്യുക. ഇല്ലത്തിൻ്റെ ഹർഫുകളെ കളഞ്ഞുകൊണ്ടാണ് ജസ്മ് ചെയ്യുക. ഉദാഹരണത്തിന് സയ്യിദുൻ ലം യസ്അ. സയ്യിദുൻ ലം യദ്ഉ. സയ്യിദുൻ ലൻ യർമി.
ഇവിടെ നോക്കി, യസ് ആ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ എന്തുണ്ട്? അസിൽ അലിഫുണ്ട്. യദുഉ എന്നുള്ളതിൻ്റെ അസിൽ വാവുണ്ട്. ഇവിടെ യാ ഉണ്ട്. അപ്പോൾ പിന്നെ അലിഫ് കൊണ്ടും വാവ് കൊണ്ടും യാവ് കൊണ്ടും ഇല്ലത്താക്കപ്പെട്ട പിന്നെ മുഅ്തല്ലായ ക്രിയകളാണിവ. പക്ഷേ ജസ്മിൻ്റെ ഹാലിൽ ഉണ്ടോ, ജാസിമത്തായ ലമ്മ് വന്നിട്ടുണ്ടെങ്കിൽ മുദാരി ഫീലിന് ജസ്മ് ചെയ്യണം. ജസ്മ് സുക്കൂൻ കൊണ്ടാണ്. ലം യദ്ഹബ് സുക്കൂൻ കൊണ്ടാണ് അസിൽ. പക്ഷേ ഇല്ലത്തായ മുദാരി ഫീലിന് മുന്നിൽ ജസ്മിൻ്റെ അലാമത്ത് വന്നാൽ, ജസ്മിൻ്റെ അദാത്ത് വന്നാൽ എന്താ ചെയ്യേണ്ടത്? അതാണ് ഇഹ്ദിഫ്, നീ കളഞ്ഞോ, സലാസഹുന്ന, അവ മൂന്നിനെയും അലിഫിനെയും വാവിനെയും യാഇനെയും നീ കളഞ്ഞോ, ജാസിമൻ, ജസ്മ് ചെയ്യുന്ന അവസ്ഥയിൽ, നീ ജസ്മ് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് സൈദുൻ ലം യസ്അ, സൈദുൻ ലം യദ്ഉ, സൈദുൻ ലം യർമി. ഇല്ലത്തിൻ്റെ അർഫുകൾ കളയപ്പെട്ടു. കളയാൻ കാരണം ജാസിമത്ത് മുൻകടന്നതുകൊണ്ട്. അപ്പോൾ ലം അദാത്തു ജസ്ം, യസ്അ ഫിഅ്ലുൻ മുദാരിഉൻ മജ്സൂമുൻ ബിഹദ്ഫി ഹർഫിൽ ഇല്ല. ലം യദ്ഉ ഫിഅ്ലുൻ മുദാരിഉ മജ്സൂമുൻ ബിലം, മജ്സൂമുൻ ബിഹദ്ഫി ഹർഫിൽ വാവി, ബിഹദ്ഫി ഹർഫിൽ ഇല്ല. ലം യർമി ഫിഅ്ലുൻ മുദാരിഉൻ മജ്സൂമുൻ ബിഹദ്ഫി ഹർഫിൽ ഇല്ല, ബിഹദ്ഫി ഹർഫിൽ ഇല്ല, ഇല്ലത്തിൻ്റെ ഹർഫിനെ കളഞ്ഞുകൊണ്ടാണ് ഇവിടെ ജസ്മ്. അപ്പോൾ വറഫഅ ഫീഹി മൻവി, യദ്ഉ യർമി, വാവ് കൊണ്ട് ആഖിർ മുഅ്തല്ലായ മുദാരിഅ ഫിഅൽ, യാ കൊണ്ട് ആഖിർ മുഅ്തല്ലായ മുദാരിഅ ഫിഅൽ, അവയിൽ റഫ്ഇനെ ഇൻവി, നീ കരുതിക്കോ, തഖ്ദീർ ചെയ്തോ. യദ്ഉ ഫിഅ്ലു മുദാരിഉൻ മർഫൂഉൻ ബിദ്ദമ്മത്തിൽ മുഖദ്ദറത്തി അലൽ വാവി, യർമി ഫിഅ്ലു മുദാരിഉൻ മർഫൂഉൻ ബിദ്ദമ്മത്തിൽ മുഖദ്ദറത്തി അലൽ യാഇ. വഹദിഫ് ജാസിമൻ സലാസഹുന്ന, നീ ജസ്മ് ചെയ്യുന്നവനായാൽ ഇഹ്ദിഫ്, നീ കളഞ്ഞോ, സലാസഹുന്ന, അവ മൂന്നിനെയും എന്ന് പറഞ്ഞാൽ മുദാരിഅ ഫിഅലിൻ്റെ അവസാനത്തിൽ വന്ന അലിഫിനെയും വാവിനെയും യാഇനെയും നീ കളഞ്ഞോ. ഈ ഹുറൂഫുൽ ഇല്ല കളയൽ കൊണ്ടാണ് അതിന് ജസ്മ് ചെയ്യൽ. ഗ്രന്ഥകാരൻ പറയുകയാണ്, തഖ്ദി ഹുക്മൻ ലാസിമ, തഖ്ദി, നീ ഈ ഹുക്മിനെ നിർവഹിക്കണം, ലാസിമൻ എന്ന് പറഞ്ഞാൽ വാജിബൻ, നിർബന്ധമായും. തഖ്ദി, നീ നിർവഹിക്കണം, ഹുക്മൻ, തഖ്ദി ഹുക്മൻ, ഈ ഹുക്മിനെ നീ നിർവഹിക്കണം, ലാസിമായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അലിഫിൽ കൊണ്ട് മുഅ്തല്ലായ മുദാരിഅ ഫിഅലിൽ ജസ്മല്ലാത്തത് നീ തഖ്ദീർ ചെയ്യണം എന്ന് പറഞ്ഞാൽ റഫ്ഉൻ നസ്ബുൻ തഖ്ദീർ ചെയ്യണം. വഅബ്ദി നസ്ബ മാക യദ്ഉ യർമി, വാവ് കൊണ്ടും യാ കൊണ്ടും ആഖിർ മുഅ്തല്ലായ മുദാരിഅ ഫിഅലിൽ നസ്ബിനെ നീ വെളിവാക്കണം. ലൻ യദ്ഉവ ലൻ യർമിയ, ഇങ്ങനെ നസ്ബിനെ വെളിവാക്കണം. വറഫ്അ ഫീഹിമ, ഇവ രണ്ടിലും റഫ്ഇനെ ഇൻവി, നീ തഖ്ദീർ ചെയ്യണം, സങ്കല്പിക്കണം. വഹദിഫ് ജാസിമൻ സലാസഹുന്ന, ജസ്മ് ചെയ്യുന്ന സന്ദർഭത്തിൽ മുദാരിഅ ഫിഅലിൻ്റെ അവസാനത്തിൽ വരുന്ന അലിഫിനെയും വാവിനെയും യാഇനെയും കളയണം. എന്നിട്ട് അത് കളഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം? ഇഅ്റാബ് ചെയ്യണം. തഖ്ദി ഹുക്മൻ ലാസിമൻ, ഇത് ഒരു വാജിബായ ഹുക്മായിട്ട് നീ നിർവഹിക്കണം, നീ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ ഗ്രന്ഥകാരൻ പറയുന്നത്. മനസ്സിലായോ? ഇവിടെ പിന്നെ ഈ തഖ്ദി ഹുക്മൻ ലാസിമൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സാധാരണ കവിതകളിൽ എന്തുണ്ടാവും? പൊതു നിയമങ്ങൾക്ക് ചില ഇളവുകൾ ഉണ്ടാകും. കവിതകളിലൊക്കെ ചില പിന്നെ ഇളവുകൾ ഉണ്ടാകും. അതേപോലെ തന്നെ കവിതകൾ അല്ലാത്തതിലും ചില ഇളവുകൾ വരും, ഗദ്യത്തിലും ചില ഇളവുകൾ വരും. പക്ഷേ ഇവിടെ അദ്ദേഹം പറയുന്നത് ഈ പിന്നെ ആഖിർ മുഅ്തല്ലായ മുദാരിഅ ഫിഅലിൽ ഇപ്പറയപ്പെട്ടത് എന്ത് ചെയ്യണം?
പിന്നെ ഗദ്യത്തിൽ ഈ ഹുക്മിനെ നീ പാലിക്കുക തന്നെ വേണം, പാലിക്കണം എന്നുള്ളതാണ്. അതിലെന്തില്ല, ഒരു ഒഴിവ് കഴിവ് ഇല്ല എന്നുള്ളതാണ്. ചില കവിതകൾ അറബി സാഹിത്യത്തിൽ വന്നിട്ടുണ്ട്. ചില കവിതകൾ ഇപ്പോൾ അലം യഅ്തീക വൽ അംബാഉ തൻമി ബിമാ ലാഖത് ലബൂനു ബനി സിയാദി എന്നൊരു കവിത ഉണ്ട്. അലം യഅ്തീക, അലം യഅ്തീക വൽ അംബാഉ തൻമി ബിമാ ലാഖത് ലബൂനു ബനി സിയാദി. അവിടെ ഈ കവിതയുടെ തുടക്കത്തിൽ അലം യഅ്തീക നമ്മൾ പറഞ്ഞു യഅ്തീ ഉണ്ടോ, യഅ്തീ യജ്രി യർമി പോലെ മുദാരിയായ ഫിഅലാണ്. ആഖിർ മുഅത്തല്ലും ബില്ലിയ ആണ്. നമ്മൾ പറഞ്ഞു ഇഹ്ദിഫ് ജാസിമൻ, ജസ്മു ചെയ്യുന്ന സമയത്ത് കളയണം സലാസഹുന്ന എന്നാണ്, അലിഫിനെയും യാഇനെയും വാവിനെയും. പക്ഷെ ഇവിടെ കളഞ്ഞിട്ടില്ല. അലം യഅ്തിക എന്ന് പറയേണ്ടടുത്ത് അലം യഅ്തീക യാവെന്ന് ചിലല്ലേ. ഇതൊരു പിന്നെ കവിതയിൽ നിർബന്ധ സാഹചര്യമാണ്, കവിതകളിൽ വരുന്ന നിർബന്ധ സാഹചര്യമാണ്. ഇതേപോലെ ഈ പിന്നെ ഫറസ്ദഖ് അബു അംർ ഇബ്നു അല സബ്ബാൻ ഇബ്നുൽ അലയെ ഒരു പിന്നെ ഫറസ്ദഖ് ഇങ്ങനെ ഈ തെറിപ്പാട്ട് പാടുന്ന ചില സ്വഭാവക്കാരനാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ ഹജൗത സബ്ബാന സുമ്മ ജിഅത മുഅ്തദിറൻ മിൻ ഹജ്വി സബ്ബാന ലം തഹ്ജു വലം തദഉ എന്ന് പറയുന്നുണ്ട്. ലം തഹ്ജു, ഈ അബു അംർ സബ്ബാൻ ഇബ്നുൽ അലായിനെ ഈ ഫറസ്ദഖ് പിന്നെ ആക്ഷേപിച്ച് പാടി. എന്നിട്ട് പിന്നെ മാപ്പ് ചോദിച്ചിട്ട് ഫറസ്ദഖ് വരുമ്പോൾ പിന്നെ അതിൽ പ്രതികരിച്ച് പറയാണ് ഹജൗത സബ്ബാന സുമ്മ ജിഅത മുഅ്തദിറൻ, സബ്ബാനെ നിങ്ങൾ ശകാരിച്ച് പാട്ടുപാടി പിന്നെ ക്ഷമാപണം നടത്തിയിട്ട് നിങ്ങൾ വന്നു. മിൻഹജ്വി സബ്ബാന ലം തഹ്ജു വലം തദഉ എന്നാണ്. അവിടെ പിന്നെ ലം തഹ്ജു ഉണ്ടല്ലോ, ഇവിടെ വാവ് വന്ന് ഹജായഹുജു തഹ്ജു ഉണ്ട്, ആഖിർ മുഅത്തല്ലാണ് ബിൽ വാവ്. ലം ജാസിമു വന്നിട്ടുണ്ടെങ്കിൽ ഇഹ്ദിഫ് ജാസിമൻ എന്നാണ്. ജാസിമിൻ്റെ സമയത്ത് കളയണം സലാസഹുന്ന എന്നാണ്, വാവ് കളയപ്പെടണം, യാവും അലിഫും കളയേണ്ടതുപോലെ തന്നെ. പക്ഷേ ഇവിടെ ഈ കവിതയിൽ എന്തില്ല, ഈ ലം തഹ്ജു എന്ന് പറയാതെ ലം തഹ്ജു വാവ് വന്നു. അപ്പോൾ കവിതയിൽ ഇങ്ങനത്തെ ചില അനിവാര്യതകൾ വരും, നിർബന്ധ സാഹചര്യങ്ങൾ വരും. ഇതേപോലെ വേറെയും കവിതകൾ കാണാൻ സാധിക്കും. ഈ ഹന്തജ് ഇബ്നു ഹന്തജ് അൽ മുർരിയുടെ ഒരു കവിത ഉണ്ട്. മാ അഖ്ദറല്ലാഹു അൻ യുദ്നി അലാ ശഹത്തിൻ മിൻ ദാരിഹിൽ ഹുസ്നു മിൻ ദാരിഹി സൂലു എന്ന് പറഞ്ഞിട്ട് അവിടെ മാ അഖ്ദറല്ലാഹു അൻ യുദ്നി അലാ ശഹത്തിൻ, അൻ യുദ്നി ഇവിടെ നോക്കി, അൻ യുദ്നി നമ്മളെന്താ പറഞ്ഞത്, വ അബ്ദി നസ്ബ, നസ്ബിനെ നീ വെളിവാക്കണം, മാക്ക യദൂ യർമി പോലുള്ളതിൽ എന്നാണ്. യദൂ മുദാരിഅ ഫിഅലാണ്, ആഖിർ മുഅത്തല്ലാണ് ബിൽ വാവ്. യർമി മുദാരിഅ ഫിഅലാണ്, ആഖിർ മുഅത്തല്ലാണ് ബിൽ യാ കൊണ്ട്. മനസ്സിലല്ലേ? അതേപോലെയാണ് യുദ്നി മുദാരിഅ ഫിഅലാണ്, ആഖിറിൽ യാ കൊണ്ട് മുഅത്തല്ലാണ്. എന്താ നമ്മൾ പറഞ്ഞത്? അബ്ദി നസ്ബ മാക്ക യദൂ യർമി പോലുള്ള ക്രിയകളുണ്ടല്ലോ, നസ്ബിനെ വെളിവാക്കാനാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ സയ്യിദുൻ ലൻ യദ്ഉവ സയ്യിദുൻ ലൻ യർമിയ എന്ന് പറഞ്ഞത്. കാരണം ഇവിടെ നസ്ബിൻ്റെ സ്ഥാനത്താണ്, ലൻ നാസിബത്താണ്. യദ്ഉവ യർമിയ ഉണ്ടോ, വാവിന്മേൽ നസ്ബ് വെളിവായി, യാഇന്മേൽ നസ്ബ് വെളിവായി. ഇവിടെ എന്താ വേണ്ടത്? അയ്യുദിനിയ എന്നാണ് വേണ്ടത്, അയ്യുദിനിയ. പക്ഷേ കവിതയിൽ എന്തേ ഉള്ളൂ? കവിതയിൽ മാ അഖ്ദറല്ലാഹു അൻ യുദ്നി അലാ ശഹത്തിൻ മിൻ ദാരിഹിൽ ഹുസ്നു മിൻ ദാരിഹി സൂലു എന്നുള്ളതാണ്. ഈ ഹന്തജ് ഇബ്നു ഹന്തജ് അൽ മുർരിയുടെ ഒരു കവിതയിൽ ഇങ്ങനെ എന്ത് വന്നിട്ടുണ്ട്, പിന്നെ യാ ഇൻമേൽ നസ്ബ് വെളിവാകാത്തത് വന്നിട്ടുണ്ട്. ഇതേപോലെ ഒരു കവിതയാണ് ഫഅവ്വദനി അൻഹാ ഗിനായ വലം തകുൻ തുസാവി അൻസി ഗൈറ ഖംസി ദറാഹിമി. അതായത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാമിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് നന്നായി വിശന്നു, പ്രയാസപ്പെട്ടു. അപ്പോൾ വഴിയിൽ പിന്നെ ഒരു നുവൈറ എന്നവരുടെ
പിന്നെ ഒരു ഖൈമ കണ്ടു. ആ ഖൈമയിൽ ഭക്ഷണം അന്വേഷിച്ച് ചെന്നപ്പോൾ അവിടെ ഒരു വൃദ്ധനുണ്ടായിരുന്നു. ആ വൃദ്ധൻ അയാൾക്ക് ആകെ സമ്പാദ്യമായിട്ടുണ്ടായിരുന്നത് ഒരു ആടാണ്. ആ ആടിനെ അറുത്തിട്ട് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന് നല്ലൊരു ഭക്ഷണം ഒരുക്കിയിട്ട് കൊടുത്തു. ഒരൊറ്റ ആടാണ് ഉണ്ടായിരുന്നത്. ആ ആടിനെ അറുത്തിട്ട് അയാൾ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തു. മനസ്സിലായി? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് വിശപ്പൊക്കെ മാറിയിട്ട് അവിടെ യാത്ര തിരിക്കുമ്പോൾ ഈ വൃദ്ധന് 500 ദീനാർ സമ്മാനിച്ചു എന്നാണ്. 500 ദീനാർ, അതല്ലേ, അത് വലിയൊരു സംഖ്യയാണ്. അപ്പോൾ അദ്ദേഹം പാടിയൊരു കവിതയാണ്, ഫഅവ്വദനി അൻഹാ ഗിനായ വലം തകുൻ തുസാവിയു അൻസി ഗൈറ ഖംസി ദറാഹിമി. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞെന്താ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് പോയപ്പോൾ ഇദ്ദേഹം പറയാണ്, ഫഅവ്വദനി അൻഹാ ഗിനായ വലം തകുൻ തുസാവിയു അൻസി ഗൈറ ഖംസി ദറാഹിമി എന്നാണ്. ഇവിടെ തുസാവിയു എന്ന് പറഞ്ഞു കവിതയിൽ, തുസാവിയു അല്ലേ. തുസാവി എന്നുള്ളത് എന്താണ്? തുസാവി എന്നുള്ളത് മുഅത്തല്ലായ മുദാരിഅ ഫിഅലാണ്. അതിന് റഫ് ഇൻവി എന്നാണ്, തഖ്ദീറാണ് ചെയ്യേണ്ടത്. തുസാവി ഫിഅൽ മുദാരി മർഫൂഉൻ ബിദ്ദമ്മത്തിൽ മുഖദ്ദറത്തി അലൽ യാ, മുഖദ്ദറത്തി അലൽ യാ, ഇങ്ങനെയാണ് വേണ്ടത്. പക്ഷേ ഈ കവിതയിൽ കവി പറഞ്ഞത് തുസാവിയു അൻസി ഗൈറ ഖംസി ദറാഹിമി എന്നാണ്. തുസാവിയു തഖ്ദീർ ചെയ്യേണ്ടതിന് പകരം വറഫ ഫീഹിമ ഇൻവി എന്നാണ്, തഖ്ദീർ ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടെ എന്ത് തഖ്ദീർ ചെയ്തില്ല, പിന്നെ ളാഹിറായിട്ട് വന്നു. തുസാവിയു ഫിഅ്ലു മുദാരി മർഫൂഉൻ ബിദ്ദമ്മത്തി ളാഹിറത്തി അലൽ യാ, യാമ ളാഹിറായി തഖ്ദീറിന് പകരം. ഇതെന്താണ് മനസ്സിലായി? ഇവിടെ അലം യഅതീക എന്ന കവിതയിൽ വന്നു, ലം തഹ്ജു എന്ന കവിതയിൽ വന്നു, അയ്യുദിനി എന്ന് പിന്നെ വെളിവാകാതെ വന്നു. ഇവിടെ തുസാവിയു എന്ന് വെളിവായി വന്നു. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഈ കവിതയിൽ ദറൂറ ഷുഅരിയ എന്ന് പറയും, കവിതയിലെ ഒരു അനിവാര്യതകളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ ഈ ഒരു വിഷയത്തിലേക്ക് സൂചിപ്പിച്ചിട്ടാണ് തഖ്ദി ഹുക്മൻ ലാസിമ എന്ന് പറഞ്ഞത്. കവിതയിൽ നിർബന്ധ സാഹചര്യങ്ങൾ വന്നേക്കാം, പക്ഷേ പിന്നെ പദ്യത്തിൽ അങ്ങനെയാണെങ്കിൽ ഗദ്യത്തിൽ അങ്ങനെയല്ല. ഗദ്യത്തിൽ തഖ്ദീ ഹുക്മൻ ലാസിമൻ ഈ പറഞ്ഞത് ഒരു നിർബന്ധ ഹുക്കുമായിട്ട് നീ നിർവഹിക്കണം. അതാണ് ഇവിടെ ഗ്രന്ഥകാരൻ പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഈ 3 ബെയ്ത്തുകളാണ്. ഈ 3 ബെയ്ത്തുകളിൽ മുഅത്തല്ലായ മുദാരിയായ ഫിഅൽ, ആഖിർ മുഅത്തല്ലായ മുദാരിയായ ഫിഅൽ, അവ മുഅത്തല്ലാകുന്നത് അലിഫ് വാവ് യാ എന്നിവ അവസാനത്തിൽ വന്നുകൊണ്ടാണ്. യസ്ആ യദ്ഉ യർമി, മനസ്സിലായി? ഇത്തരം ഫിഅലുകളെ മുഅത്തൽ എന്ന് അറിയപ്പെടും. മനസ്സിലായി? അത് ഇസ്മാനിയെങ്കിൽ ഒന്നുകിൽ മൻഖൂസ് എന്ന് പറയും, അല്ലെങ്കിൽ മഖ്സൂർ എന്ന് പറയും. പക്ഷേ ഫിഅലിൽ മുഅത്തൽ എന്നാണ് പറയുക, മുഅത്തല്ലായ ഫിഅൽ എന്നാണ് പറയുക. വഅയ്യു ഫിഅലിൻ ആഖിറുൻ മിൻഹു അലിഫ് ഔ വാവു ഔ യാഉൻ ഫമുഅത്തല്ലൻ ഉരിഫ്. പിന്നെ അതിൻ്റെ ഇഅ്റാബ് എങ്ങനെയാണ്? അതാണ് പറഞ്ഞത്, ഫൽ ആലിഫൻ വി ഫീഹി ഗൈറൽ ജസ്മി. ഉണ്ടോ? യസ്ആ പോലുള്ളതായ അലിഫിൽ അവസാനിക്കുന്ന ഫിഅലുകൾ, അതിൽ ജസ്മല്ലാത്തതിനെ നീ ഇൻവി തഖ്ദീർ ചെയ്തോ എന്നാണ്. ജസ്മല്ലാത്ത എന്ന് പറയുമ്പോൾ നസ്ബും റഫും നീ തഖ്ദീർ ചെയ്തോ. വ അബ്ദി നസ്ബ മാ യദ്ഉ യർമി, യദ്ഉ യർമി പോലുള്ള വാവ് യായിൽ അവസാനിക്കുന്ന മുഅത്തല്ലായ മുദാരിഅ ഫിഅലിൻ്റെ നസ്ബിനെ അബ്ദി നീ വെളിവാക്കിക്കോ. ലൻ യദ്ഉവ ലൻ യർമിയ, ഇങ്ങനെ വാമൽ യാമൽ നസ്ബിനെ വെളിവാക്കിക്കോ. വറഫ് ഫീഹി മൻവി, ഇവ രണ്ടിലും യദ്ഉ യർമി പോലെ വാവിലും യാവിലും അവസാനിക്കുന്ന ഇല്ലത്തുള്ള മുദാരിഅയ ഫിഅലിൻ്റെ റഫ്ഇനെ ഇൻവി നീ തഖ്ദീർ ചെയ്തോ, നീ അതിനെ തഖ്ദീർ ചെയ്തോ എന്നാണ്. പിന്നെ സെയ്ദുൻ യദ്ഉ, സെയ്ദുൻ യർമി, തഖ്ദീർ ചെയ്യുക. വഹദിഫ് ജാസിമൻ, ജസ്മ് ചെയ്യുന്നവനായിട്ട് നീ കളഞ്ഞോ. സലാസഹുന്ന, ഇവ 3-നെയും ഉണ്ടോ, അലിഫിനെയും വാവിനെയും യാവിനെയും നീ ജസ്മ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നീ കളയണം. അങ്ങനെയാണ് ജസ്മ് ചെയ്യേണ്ടത്. സെയ്ദുൻ ലം യസ്അ, സെയ്ദുൻ ലം യദ്ഉ, സെയ്ദുൻ ലം യർമി, ഉണ്ടല്ലേ? എല്ലാത്തിനും അർഫിനെ കളയൽ കൊണ്ടാണ് അവിടെ ജസ്മ്. തഖ്ദി ഹുക്മൻ ലാസിമ, ഇതൊരു വാജിബായ ഹുക്കുമായിട്ട് നീ നിർവഹിക്കണം എന്ന് ഇവിടെ ഇബ്നു മാലിക് റഹിമഹുല്ലാ പറയുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്കിനി അടുത്ത അധ്യായം അലിഫിയയിൽ
അൻ നക്കിറത്തു വൽ മാരിഫ. എന്താണ് നക്കിറ, എന്താണ് മാരിഫ? അടുത്ത ക്ലാസ്സിൽ തുടർന്ന് പഠിക്കാം ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.